ഓക്കെ, സീരീസ് 1/n ഡൈവേർജൻ്റ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ സീരീസ് 1/n n = 1 to summation 1/n n = 1 to infinity. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 plus 1/2 plus 1/3 plus 1/4 plus 1/5 plus 1/6 plus 1/7 plus 1/8 plus 1/9 plus 1/10 1/11 plus 1/12 plus 1/13 1/14 plus 1/15 plus 1/16 plus etc. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഞാൻ കുറച്ച് ബ്രാക്കറ്റ്സ് ആഡ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ പോവാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം 1/3 1/4 ഈ രണ്ട് ടേംസിനെ ഞാൻ ഒരു ബ്രാക്കറ്റിലാക്കി. ഇനി അടുത്ത 4 ടേംസിനെ ഞാനൊരു ബ്രാക്കറ്റിലാക്കി. ഇനി അടുത്ത 8 ടേംസിനെ ഞാനൊരു ബ്രാക്കറ്റിലാക്കി. അങ്ങനെ അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യുവേ. അപ്പം നോക്കുകയാണെങ്കിൽ ഞാനിതിനെ ഇനി തിരിച്ചെഴുതാൻ പോവാണ്. 1നെ 1 എന്ന് എഴുതി പ്ലസ് 1/2 പ്ലസ് 1/3ക്ക് പകരം ഞാൻ 1/4 എന്ന് എഴുതി, എന്നിട്ട് 1/4 എന്ന് എഴുതി. ഇനി 1/5 1/6 1/7 എന്ന ടേമുകൾക്ക് ഞാൻ 1/8 എന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം 1/8 പ്ലസ് 1/8 പ്ലസ് 1/8 പ്ലസ് നമ്മുടെ ലാസ്റ്റ് 1/8 പ്ലസ് ഇനി 1/16 വരെയുള്ള 8 ടേമുകളെ ഞാൻ 1/16 എന്ന് ഓരോ ടേമിനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പം 1/16 പ്ലസ് 1/16 പ്ലസ് അങ്ങനെ എക്സെട്ര 8 ടേംസ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാക്കി ടേംസും ഇതേപോലെ നമ്മൾ പോകും. ഇനി നമുക്കറിയാം 1/3 പ്ലസ് 1/4 ഈസ് ഗ്രേറ്റർ ദാൻ 1/4 പ്ലസ് 1/4. ഈ ഒരു ഇനീക്വാളിറ്റിനെ നമ്മൾ ഇവിടേക്ക് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഗ്രേറ്റർ ദാൻ എഴുതാം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സം ചെയ്യുവാണേ. അപ്പം 1നെ ഞാൻ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് 1/2 എഴുതി. 1/4 പ്ലസ് 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 2/4 എന്ന് എഴുതാം. ഇറ്റ് അഗെയിൻ ബിക്കംസ് 1/2. അപ്പം പ്ലസ് 1/2. ഇനി അടുത്ത ഈ 1/8 1/8 അങ്ങനെയുള്ള ഇതിന് നമ്മൾ ഈ 4 ടേംസിന് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 4/8. 4/8 ഈസ് 1/2. അപ്പോൾ അടുത്ത 1/2 വന്നു. ഇനി അടുത്ത 8 1/16 നമ്മുടെ കയ്യിലുണ്ട്. ആ 8 1/16 നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 8/16 എന്ന് വരും. 8/16 ഈസ് 1/2. അങ്ങനെ അഗെയിൻ നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ 1/2 കിട്ടും. ഇനി നമ്മൾ എഴുതുവാണ് 1 പ്ലസ് ഈ കിട്ടുന്ന കുറേ 1/2ന്റെ സം ആണല്ലോ. അപ്പം നമ്മൾ സമ്മേഷൻ 1/2 n 1 to ഇൻഫിനിറ്റി തന്നെ. ഇനി നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് സീരീസ് k നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള n 1 to ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു കോൺസ്റ്റന്റ് സീക്വൻസ് ഡൈവേർജസ് എന്ന് നമുക്ക് ഒരു ജനറൽ റൂൾ അറിയാം. അത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ k is 1/2. അപ്പം this diverges. ഇനി ഇതെടുക്കുകയാണെങ്കിൽ this is less than series 1/n. സോ സീരീസ് 1/n സമ്മേഷൻ 1/n ചെറുതായിട്ടുള്ള ഈ സീരീസ് ഡൈവേർജ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും സീരീസ് 1/n ഡൈവേർജ് ചെയ്യും എന്ന് നമുക്ക് പറയാം. അപ്പം ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an 0 എന്നാൽ സീരീസ് ഈസ് കൺവേർജന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എപ്പോഴും? വാട്ട് ഡു യു തിങ്ക്? ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഇതിങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ an നമുക്ക് 1/n ആയിട്ട് എടുക്കുക. 1/n നമുക്കറിയാം ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n 0 ആണ്. പക്ഷേ സീരീസ് 1/n diverges. So answer is false.